ചീഫ് സെക്രട്ടറിക്കെതിരെ വീണ്ടും എൻ പ്രശാന്ത് IAS. ഹിയറിംഗ് ലൈവ് സ്ട്രീമിംഗ് ആദ്യം അനുവദിച്ചിരുന്നെന്ന് FB പോസ്റ്റ്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് സ്ട്രീമിംഗ് അനുവദിക്കില്ല എന്ന് അറിയിച്ചത്. തീരുമാനം മാറിയതിന്റെ കാരണം അറിയിച്ചിട്ടില്ല എന്നും പ്രശാന്ത് പറയുന്നു. നോട്ടീസുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് പ്രശാന്തിന്റെ ആരോപണം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ബിനിൽ ലീല സാബു ആണ് ചേരുന്നത്. ബിനിൽ, കഴിഞ്ഞ കുറച്ച് ദിവസമായി പ്രത്യാരോപണങ്ങൾ, പ്രത്യേകിച്ചും ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് എൻ പ്രശാന്ത് ഇത് പങ്കുവെക്കുന്നത്. ഇപ്പോൾ എന്താണ് പറയുന്നത് ഇക്കാര്യത്തിൽ? സ്വാതി, ഇതിലൊരു പരിഹാസം കൂടിയുണ്ട്. നേരത്തെ ഈ ആവശ്യം ഹിയറിംഗ് 16-ാം തീയതിയാണ് നടക്കുന്നത് സസ്പെൻഷനിൽ. അതുകൊണ്ട് തന്നെ അത് ലൈവ് സ്ട്രീം ചെയ്യണമെന്നായിരുന്നു എൻ പ്രശാന്തിന്റെ ആവശ്യം. ആ ആവശ്യം കാണിച്ച് കത്തും ചീഫ് സെക്രട്ടറിക്ക് നൽകിയതാണ്. ഇതിനെ മാധ്യമങ്ങൾ കൊടുത്തത് വിചിത്ര ആവശ്യമെന്നാണ്. അങ്ങനെ ആ മാധ്യമ ആ വാർത്തയെ ആ രീതിയിൽ തന്നെ പരിഹസിച്ചാണ് ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. 7 വിചിത്ര രാത്രികൾ എന്നാണ് പറയുന്നത്. പ്രശാന്തിന്റെ ആരോപണം എന്ന് പറയുന്നത് ഈ ഫെബ്രുവരി 10-ാം തീയതി ഈ കത്ത് നൽകിയതാണ്. ആ കത്തിൽ പറയുന്നത് ലൈവ് സ്ട്രീം വേണം ഈ ഹിയറിംഗിന് എന്നുള്ളതായിരുന്നു. അതിനുശേഷം ഇതിന് മറുപടി ലഭിച്ചത് ഏപ്രിൽ 4-ാം തീയതിയാണ്. ഏപ്രിൽ 4-ാം തീയതി നൽകിയ ആ നോട്ടീസിൽ കൃത്യമായി തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഹിയറിംഗ് ഉണ്ടാകുമെന്നാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് 7 ദിവസത്തിന് ശേഷം, ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു നോട്ടീസ് ലഭിക്കുന്നത്. ആ നോട്ടീസിലാണ് ഇതിൽ ലൈവ് സ്ട്രീമിംഗ് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ ആരോപണമാണ് എൻ പ്രശാന്ത് ഉന്നയിച്ചത്. പക്ഷേ എൻ പ്രശാന്ത് നൽകിയ കത്ത് ഈ ലൈവ് സ്ട്രീമിംഗ് ആണ് താൻ ആവശ്യപ്പെട്ടത്. അത് മാത്രമായിരുന്നു ആവശ്യമെന്നാണ് തന്റെ കത്തിൽ എന്നാണ് പ്രശാന്ത് പറയുന്നത്. പക്ഷേ ആ കത്ത് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടില്ല. ലഭിച്ച നോട്ടീസ് മാത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ട് ഒരു ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും 16-ാം തീയതിയാണ് ഹിയറിംഗ് നടക്കുക. സ്വാതി. ശരി, ചീഫ് സെക്രട്ടറിക്കെതിരെ വീണ്ടും എൻ പ്രശാന്ത് IAS ഹിയറിംഗ് ലൈവ് സ്ട്രീമിംഗ് ആദ്യം അനുവദിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ FB പോസ്റ്റ്. ഒരു പരിഹാസ രൂപേണയാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ആ വിവരങ്ങളാണ് ബിനിൽ ലീല സാബു നൽകിയത്.